പ്രൈവറ്റ് ആശുപത്രികളിൽ വളരെ നല്ലതാണ് എന്ന് വരുത്തി തീർക്കുകയും പ്രൈവറ്റ് ആശുപത്രിയിലാണെങ്കിലും ഗവൺമെന്റ് സംവിധാനങ്ങളിലാണെങ്കിലും ഞാൻ ഈ സ്വകാര്യ ആശുപത്രിയിലെ സംഭവം ചൂണ്ടിക്കാണിച്ചത് അവിടെ ഒരാളെയും ഞാൻ കണ്ടില്ലല്ലോ. അവിടെ ആംബുലൻസ് അയച്ചവരെയും കണ്ടില്ല, അവിടെ പ്രതികരിച്ചവരെയും കണ്ടില്ല, അവിടെ യൂത്ത് കോൺഗ്രസിനെ കണ്ടില്ല. അവിടെ ഒരു തരത്തിലുള്ള, അതായത് സർക്കാർ സംവിധാനങ്ങൾ അപ്പാടെ തകർച്ചയിലാണെന്ന് വരുത്തി തീർത്ത് കേരളത്തിലെ സ്വകാര്യ കുത്തകകളെ, കേരളത്തിലേക്ക് വന്ന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കുത്തകകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ആരോഗ്യ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കുത്തകകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് വി.ഡി. സതീശനും കൂട്ടരും എടുത്തിരിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെയേറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണത്. കേരളത്തിൽ ഈ KKR-ഉം അതുപോലെ ബ്ലാക്ക് സ്റ്റോൺ അടക്കമുള്ള കുത്തക കോർപ്പറേറ്റ് കമ്പനികൾ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ വിഴുങ്ങുകയാണ് എന്നുള്ളതാണ്. പതിയെ നേരത്തെ കുറേശ്ശെ ഉണ്ടാവാം, പക്ഷേ അടുത്ത കാലത്താണ് ഭയാനകമായ തോതിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വിലക്ക് വാങ്ങൽ നടന്നിട്ടുള്ളത്. ഇതുണ്ടാക്കുന്ന അപകടം ചെറുതല്ല. ഇപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതിലേറ്റവും പ്രധാനം പബ്ലിക് ഹെൽത്ത് സിസ്റ്റമാണ് മുൻകൈയിലുള്ളത്. മേൽക്കോയ്മ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിനാണ്. ഇപ്പോൾ വലിയ സ്വകാര്യ ആശുപത്രികളൊക്കെ ഉണ്ട് കേരളത്തിൽ. പക്ഷേ കോവിഡ് കാലത്ത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്, പ്രൈമറി മുതൽ സെക്കൻഡറിയിലും ടേർഷ്യറിയിലും അതുപോലെ മെഡിക്കൽ കോളേജും നമുക്ക് പരന്നു കിടക്കുന്ന ആരോഗ്യ സംവിധാനങ്ങൾ കുറേ വർഷക്കാലമായിട്ട് നാം നടത്തിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അത്രയും വിപുലമായ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഇല്ലാത്തതിൻ്റെ ദോഷം മറ്റ് ജില്ലകൾ മറ്റ് സംസ്ഥാനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമായിരുന്നു കോവിഡ് കാലത്ത് തന്നെ മഹാരാഷ്ട്രയിലെ ആരോഗ്യമന്ത്രി രാജേഷ് തോപ്പെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളാകെ ബുദ്ധിമുട്ടിലാണ്, ഇവിടെ പ്രൈവറ്റാണ് കൂടുതൽ, പബ്ലിക് ഹെൽത്ത് സിസ്റ്റം കുറവാണ്. അപ്പോൾ ഈ പ്രൈവറ്റുകാർ ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. എങ്ങനെയാണ് പ്രൈവറ്റുകാരെ കൂടി നിങ്ങൾ സഹകരിപ്പിക്കുന്നത്? ഇവിടെ ഈ വലിയ കച്ചവടം നടക്കുന്നതിന് മുമ്പ് കേരളത്തിലെ പ്രൈവറ്റ് ഹെൽത്ത് സിസ്റ്റം, സ്വകാര്യ മേഖല, അതിന് കുറേ ദോഷവശങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിലും അതിൻ്റെ മാനേജ്മെൻറ്റ് നമുക്ക് ചില സന്നിഗ്ധ ഘട്ടങ്ങളിൽ അവരെ സഹകരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള വലിയ ഫീസും കാര്യങ്ങളും ജനങ്ങളെ കൊള്ളയടിക്കുന്നു എന്നുള്ളതെല്ലാം ഉണ്ട്. അത് മാറ്റി നിർത്തിയാൽ നമുക്ക് അവരെ സഹകരിപ്പിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ പ്രോമിനൻ്റായി നിൽക്കുന്നത് പബ്ലിക് ഹെൽത്ത് സിസ്റ്റമാണ്, ഗവൺമെൻറ് മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇവരെയും കൂടി സഹകരിപ്പിക്കാൻ നമുക്ക് സാധിച്ചിരുന്നു. അങ്ങനെയാണ് വലിയ പാൻഡമിക്കും അതുപോലുള്ള വലിയ പ്രശ്നങ്ങൾ നമ്മൾ ക്രൈസിസ് നേരിട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് മാറുകയാണ്. ചില വൻകിട വിദേശ കോർപ്പറേറ്റുകൾ ഈ ഹോസ്പിറ്റലുകൾ, ഇപ്പോൾ കിംസ്, മിംസ് തുടങ്ങിയിട്ടുള്ള ബേബി മെമ്മോറിയൽ, കണ്ണൂർ ബേബി മെമ്മോറിയലൊക്കെ നമുക്കവിടെ സേ ഇല്ലാതാവുകയാണ്. അത് അവരുടെ സ്വന്തമായിട്ടുള്ള നിയന്ത്രണത്തിൽ വരുന്നു. ഇനി ഞാൻ പറയുന്നത്, അത്തരം ഹോസ്പിറ്റലിൽ ഒരു സാധാരണക്കാരന് ഡയറക്റ്റായിട്ട് കയറി ചെല്ലാൻ പറ്റില്ല, പോട്ടെ ഇടത്തരക്കാരനും പറ്റില്ല. അതൊക്കെ ഒരു ഇൻഷുറൻസ് ബേസ്ഡ് ആയിട്ടുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു വിഭാഗത്തെ മാത്രം കണ്ടുകൊണ്ട് അവരിൽ നിന്ന് വലിയ പൈസ വാങ്ങി ലാഭം ഉണ്ടാക്കുന്ന സംവിധാനമാണ് വരുന്നത്. എന്നാൽ ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും സാധാരണ സ്വകാര്യ ഹോസ്പിറ്റലിലും വളരെ പെട്ടെന്ന് ഓടി കയറാം ഒരു അത്യാഹിതം വരുമ്പോൾ. അവിടുത്തെ ചികിത്സാ ചെലവിൻ്റെ വർധനവൊക്കെ ഉണ്ട്. അത് നമ്മളിപ്പോൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ലെല്ലാം കൊണ്ടുവന്നിട്ട് അതിനെ നമുക്കൊന്ന് നിയന്ത്രിച്ച് നിർത്താനുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തിയത്. പക്ഷേ അതേ അല്ല സംഭവിക്കുന്നത്. ഈ വൻകിട കച്ചവടം മറിച്ചു വെക്കാനാണ് ഗവൺമെൻറ് മേഖലയെ തകർക്കുന്നതിനുള്ള ഇപ്പോഴത്തെ ഈ കോലാഹലം. നേരത്തെ പറഞ്ഞല്ലോ, 92% ഇത്തരത്തിലുള്ള മെഡിക്കൽ എററുകൾ, ഡോക്ടർക്ക് അറിയാമല്ലോ, സാധാരണ ഇത്തരത്തിലുള്ള ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറയുന്നത് പല രാജ്യങ്ങളിലും 33% വരെ നെഗ്ലിജൻസ് കുറ്റകരമല്ല എന്നാണ് പറയുന്നത്. അമേരിക്ക പോലുള്ള വലിയ രാജ്യങ്ങളിലടക്കം. നമ്മളതൊക്കെ വിടാം, നമുക്കൊരു 1% നെഗ്ലിജൻസ് പോലും കുറ്റകരമാണെന്ന് പറയാം നമ്മുടെ ഒരു സമാധാനത്തിനും. അതുപോലെ അതാണ് ശരിയെന്ന് നമുക്ക് വാദിക്കാം. പക്ഷേ ഈ നെഗ്ലിജൻസ് 92% ഉണ്ടാകുന്നത് സ്വകാര്യ മേഖലയിലാണ്. അതൊരാളും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. മുൻപ് ഒരു കേസ് ഉണ്ടായിരുന്നു. ഒരു പേഷ്യൻറ്റിനെ ആംബുലൻസിൽ നിരവധി സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, എന്നിട്ട് ഏറ്റവും അവസാനം തിരുവനന്തപുരം മെഡിക്കൽ കൊണ്ടുവന്നു. അപ്പോഴേക്കും അദ്ദേഹം മൃതപ്രായനായിട്ട് മാറിയിരുന്നു. പക്ഷേ ആ കൊണ്ടുപോയ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൻ്റെ പേരും ഈ മീഡിയ ചർച്ച ചെയ്തില്ല. ചർച്ച ചെയ്തത് മുഴുവൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എന്തോ അശ്രദ്ധയുണ്ടായി. അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം അദ്ദേഹത്തിൻ്റെ പ്രാണൻ പോയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് പെരുപ്പിച്ച് കാണിച്ച് ജനങ്ങളുടെ ഇടയിൽ ഈ ഗവൺമെൻറ് സംവിധാനം ഒന്നിനും കൊള്ളില്ല എന്ന് വരുത്തിയത്, അത് ബഹുമാനിയായിട്ടുള്ള മന്ത്രി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഗവൺമെൻറ് സംവിധാനത്തെ നശിപ്പിക്കാൻ നോക്കൂ. ഈ ഗവൺമെൻറ് സംവിധാനത്തെ ലോകം മുഴുവൻ പുകഴ്ത്തിയത് എന്തിനാ? കേരളത്തിലെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തെ. കോവിഡ് വന്നപ്പോൾ ഈ ഗവൺമെൻറ് സംവിധാനം ഉള്ളത് കൊണ്ടാണ് ഇത്ര വികേന്ദ്രീകൃതമായി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത്. ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ എന്നെ പരിഹസിച്ച് പറയായിരുന്നു, അമേരിക്കയിൽ നിന്ന് ആരും വിളിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. വിളിച്ചിരുന്നു. കാരണം നേരിട്ട് ഒരു ധനിക കുടുംബത്തിന് പോലും താഴെയുള്ളൊരു പ്രൈമറി ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുന്നില്ല. ശ്വാസതടസ്സമൊക്കെ ഉണ്ടാകുമ്പോൾ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങൾ അവിടെ തന്നെ റെസ്റ്റ് എടുത്തോളൂ എന്ന്. നമുക്കങ്ങനെയല്ല. നമുക്കൊരു വണ്ടി എടുത്ത് നേരെ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ കയറി ചെല്ലുകയാണ്, അവിടെ പരിശോധിക്കുകയാണ്, അവരെ റെസ്റ്റേറ്റ് ചെയ്യുകയാണ്, അവർക്ക് ഓക്സിജൻ ഇല്ലെങ്കിൽ ഓക്സിജൻ കൊടുക്കുകയാണ്. ഇതാണ് കേരളത്തിലെ ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ മെച്ചമെന്ന് ലോകം തിരിച്ചറിഞ്ഞു. പല ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഡിസ്കഷനുകളിലും എന്നോട് തന്നെ പലരും നേരിട്ട് പറഞ്ഞു, ഇതാണ് വേണ്ടത്.
പബ്ലിക് ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്നുള്ള ലോകത്തിന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം ഈ പബ്ലിക് ഹെൽത്തിൽ, ഗവൺമെൻറ് സംവിധാനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മളതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും അതിനനുസരിച്ച് ഉണ്ടായിട്ടുള്ള മാറ്റവും കണ്ണഞ്ചിപ്പിക്കുന്നതാണ്.